ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് മാമ്പഴ പുളിശ്ശേരിയാണ്. നല്ല ടേസ്റ്റാണ്. ഇത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി ഓയിൽ ഒഴിച്ച് പിന്നെ അതിന് കുറച്ച് മാങ്ങ, ഒരു 5 മാങ്ങ എടുത്തു, ചെറിയ ഒരു മാങ്ങ. പിന്നെ അതിൽ ഒന്ന് ഇതായ ശേഷം പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി, ഒരു ഇത്തിരി മഞ്ഞപ്പൊടി, അതൊക്കെ ഒന്നിട്ടൊന്ന് നല്ല ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ഇത്തിരി ഉപ്പിട്ടു. ഇത്തിരി ഉപ്പിട്ടിട്ട് പിന്നെ നല്ല നിളക്കി ബെല്ലത്തിൻ്റെ ഇതുണ്ടല്ലോ, ബെല്ലം നമ്മൾ പാവ് വെച്ചത് അത് കുറച്ച് ഒഴിച്ച് വെച്ചു. പിന്നെ നല്ലൊന്ന് തിളച്ച് അപ്പോഴേക്കും നമ്മൾ അതിലേക്കുള്ള അരപ്പ് ശരിയാക്കുകയാണ്. ഒന്നുമില്ല, നമ്മൾ തൈരും തേങ്ങയും മാത്രം അരച്ചാൽ മതി അതിലേക്ക്. പിന്നെ അത് അരച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ പിന്നെ അപ്പോഴേക്കും നമ്മൾ ഇപ്പുറത്ത് ബീഫ് വെക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും ഞാൻ ഇപ്പുറത്ത് കുറച്ച് ബീഫ് കെച്ചപ്പ് റോസ്റ്റ് ഉണ്ടാക്കുക പറഞ്ഞിട്ടാണ്. നല്ല ടേസ്റ്റാണ്. അതിലേക്കുള്ള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇത്തിരി മഞ്ഞപ്പൊടിയും ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് കുക്കർ വിസിൽ വരാൻ വേണ്ടിയിട്ട് അടുപ്പിൽ വെക്കുക. ഒരു 2-3 വിസിൽ വന്ന ശേഷം അപ്പോഴേക്കും ഇപ്പുറത്ത് മാമ്പഴ പുളിശ്ശേരി റെഡിയായി വിസിൽ വരാൻ വെച്ചിരിക്കണം. ഇതിലേക്ക് പിന്നെ തേങ്ങയും തൈരും പാടെ നമ്മൾ അരച്ചൊഴിക്കുകയും ചെയ്തു. തേങ്ങയും തൈരും നമ്മൾ അരച്ചൊഴിച്ചു, അതവിടെ റെഡിയായി. അപ്പോഴേക്ക് നമ്മൾ താളിക്കാനുള്ള അതിലേക്കുള്ള ഇത് ചെയ്യണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഇത്തിരി കടുക് ഇട്ടു, പിന്നെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ അത് നനഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചിട്ടു അതിൽ. പിന്നെ അതൊന്ന് ചോപ്പായ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കറിവേപ്പില അതിലിടണം. ഇത്തിരി കറിവേപ്പില ഇട്ടു. പിന്നെ അത് ഇതാക്കിയിട്ട് നമ്മൾ ആ താളിപ്പ് കഴിഞ്ഞു, അത് അതിൽ കുട്ടി. അപ്പോഴേക്കും മാമ്പഴ പുളിശ്ശേരി റെഡിയായി. അപ്പോഴേക്ക് ഇപ്പുറത്ത് നമ്മൾ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ ബീഫിൽ നമ്മൾ മസാല തേക്കണം. ഇത്തിരി നമ്മൾ മുളക് പൊടി, പിന്നെ ഇത്തിരി ചില്ലിപ്പൊടി ഇടണം. അതിൽ ചില്ലിപ്പൊടി ഇട്ട് നല്ല ഇളക്കി പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നല്ല വറുത്തെടുക്കുക, നമ്മൾ പൊരിച്ചെടുക്കുക. പിന്നെ നല്ല പൊരിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒരു പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കി നോക്കി, നല്ല അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളൊക്കെ നല്ല കഴിക്കും. അത് പൊരിച്ചെടുത്തു. പിന്നെ നമ്മൾ ഇപ്പുറത്തൊരു ചട്ടി വെച്ചു, അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. ആ പൊരിച്ച ഓയിൽ തന്നെ ഉണ്ടല്ലോ അതന്നെ കുറച്ച് ഒഴിച്ചു. അതൊഴിച്ചിട്ട് പിന്നെ നമ്മൾ കുറച്ച് കെച്ചപ്പ് ഉണ്ടല്ലോ, കെച്ചപ്പ് കുറച്ച് ഒഴിക്കണം. അതിൽ കെച്ചപ്പ് ഒഴിച്ചിട്ട് നല്ല ഇളക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യണം, അതിൽ ഇത്തിരി മുളക് പൊടി ഇടണം. നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് നല്ല ഇളക്കിയിട്ട് പിന്നെ ഈ പൊരിച്ച ബീഫ് ഉണ്ടല്ലോ അതും അതിലിടുക. നല്ല ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പില ഇടണം, അതും അതിലിട്ടിട്ട് നല്ല ഇളക്കിയിട്ട് പിന്നെ നമ്മൾ ഇത് ചിക്കനിലും ചെയ്യാം ബീഫിലും ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കി. ഹായ് ഗൈസ്, ലൈക്കും സബ്സ്ക്രൈബും பண்ணுங்க.